ഗുഡ് മോർണിംഗ്. അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടൊന്നും ക്ലിയർ ആയില്ല, അസുഖങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുള്ളൂ. മോൻ വന്ന് മോനെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുക. ഇപ്പോൾ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ക്ലൈമറ്റൊക്കെ മുഖമൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. നാട്ടിലെ ഒരു ശബ്ദം ഇങ്ങനെ എന്താ ചീവിടിൻ്റെ അല്ലേ, ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സുഖാട്ടാ. അപ്പോൾ മോനെയൊക്കെ പറഞ്ഞു വിട്ട് വന്നതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴ. അതിൻ്റെ മുന്നേ 2 ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തെ വീഡിയോകൾ എടുത്തു വെച്ചതാണേ. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനിടയായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ പോക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തെന്ന് അറിയാം, പുല്ലുണ്ടായിരുന്നു കേട്ടോ. നിറച്ചും ഈ പണിക്കാർ പുല്ല് ചെത്തിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ട് പോയി അവർ. അപ്പോൾ ഞാൻ അതൊക്കെ ആ പുല്ലൊക്കെ ചെത്തി വെച്ച പുല്ലുണ്ടല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് പിന്നെ പറമ്പിലേക്ക് കൊണ്ട് കളയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ പുല്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പുല്ല് നിറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മളെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം ഭയങ്കര പുല്ലാട്ടോ. വീടൊന്നും അങ്ങനെ പണിയൊന്നും കഴിയാത്ത പഴയ വീടായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ചെതല് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കാട് പിടിച്ചെടുക്കുക, കണ്ടില്ല അവിടുത്തെ പുല്ല് നിറയെ പുല്ലാണേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ആ പുല്ലൊക്കെ ഞാനിങ്ങനെ കുറേശ്ശെ ഓരോരോ ദിവസം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ അങ്ങനെ ചെത്തിയെടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ അമ്മ ആ പുല്ല് പണിക്കാർ ചെത്തിയിട്ടതെന്ന് അതൊന്ന് ഇങ്ങനെ ഓരോന്ന് ചാക്കിലാക്കി തരുമ്പോൾ ഞാനെടുത്ത് കൊണ്ട് കളയാട്ടോ ചെയ്യൽ. അങ്ങനെ ഞാനൊക്കെ കുറേശ്ശെ കൊണ്ട് കളഞ്ഞും. പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ നിറച്ചും പുല്ല്. പിന്നെ ഞാൻ കുറേശ്ശെ കൊത്തിക്കോരി പിന്നെ ഞാൻ അപ്പുറത്തെ തെങ്ങിൻ്റെ വീട്ടിലേക്ക് കൊണ്ടിടണം ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നീടുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി. ഒക്കെ ഇന്ന് രാവിലെ ചെയ്ത പണിയാണ്. കാരണം വീഡിയോ എടുക്കാൻ ആരുമില്ല, ട്രൈപോഡ് കൊണ്ടുവരാത്തതുകൊണ്ട്. ഇതാണ് നാട്ടിൽ വന്നാലുള്ള പണി. അസുഖം പിടിപെട്ടതിന് ശേഷം ഉള്ള പണിയാണ്. ഇനിയിപ്പോൾ കേട്ടോ ഞാൻ തന്നെ ഇതൊക്കെ ഓരോ ദിവസം എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് കുറേശ്ശെ ചെത്തിക്കോരി എടുക്കുക. പിന്നെ അവിടെ കിടന്നിട്ടുള്ള പുല്ലൊക്കെ കുറേശ്ശെ ഞാൻ ചെത്തിക്കോരിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് കൊണ്ട് കളയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തന്നെ അങ്ങനെ അത് ഞാൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് വയ്യാതെ ആയിട്ടോ. അപ്പോൾ പിന്നെ കുറേ എല്ലാവരുടെ അടുത്തൊന്നും ചീത്തയൊക്കെ കേട്ട്, അത് വേറെ കാര്യം. കാരണം ഇങ്ങനെ പുല്ല് നിറഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിന് തന്നെ എന്തോ ഒരു സമാധാനക്കേടാട്ടോ. എനിക്കിങ്ങനെ പുല്ല് നിറഞ്ഞിരിക്കുന്നതൊന്നും എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് അതൊക്കെ ചെത്തിക്കോരി ഉണ്ടാക്കിയത് കേട്ടോ. വീടിൻ്റെ ചുറ്റിലും ഉണ്ട് കാട്, പിന്നെ കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പുല്ല് നിറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ മെനക്കെട്ടിട്ട് അതൊക്കെ പുല്ലൊക്കെ ചെത്തിക്കോരി കൊണ്ട് കളഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അമ്മ കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞത്. അപ്പോൾ അമ്മ കുറേ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ നിവൃത്തിയില്ല, ഞാൻ പറഞ്ഞില്ലേ പിന്നെ ട്രൈപോഡൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അത് കാരണം വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ വീഡിയോ എടുക്കാൻ. അമ്മേനോട് ഞാൻ എടുത്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. ഈ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആളില്ല, ഞാൻ അങ്ങനെ പുല്ല് നിറഞ്ഞിങ്ങനെ നിൽക്കുക ചെയ്യുക. ഇങ്ങനെ പുല്ലിങ്ങനെ ചെത്തി കുറേശ്ശെ എനിക്ക് കഴിയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ചെത്തിക്കോരി ചാക്കിലേക്ക് ആക്കിയിടും, വീണ്ടും കൊണ്ട് കളയുക. നിറയെ പുല്ല. അവിടെ ഒരുപാട് കാട് പിടിച്ച് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനൊക്കെ കുറേശ്ശെ ചെയ്ത് കുറേ കൈ കൊണ്ടൊക്കെ പറിച്ച്. ഇപ്പോൾ കണ്ടോ കാട് പിടിച്ചിട്ടിങ്ങനെ, ഇതൊക്കെ കാടാ. ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം ഇനി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെത്തിക്കോരാന്ന് പറഞ്ഞിട്ട് അമ്മ ചെത്തിക്കോരി തരിക കുറച്ച്.
നാട്ടിൽ വന്നിട്ട് ഇതാ നല്ല നാടൻ എന്താണ് മീൻകറി ഉണ്ടല്ലോ, നാട്ടിൽ വന്നിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല മീൻകറി, വായിക്കുന്നൊരു ടേസ്റ്റ് ഇല്ല എങ്കിൽ കൂടിയിട്ടും മീൻകറി ഒക്കെ കഴിക്കാൻ തോന്നിയിട്ട് ഇതാ നല്ല. ഈ മീൻ എന്താ പറയുക, നെത്തോലി എന്നല്ലേ പറയാം, നെത്തോലിക്കറി കേട്ടോ. നല്ല നെത്തോലിക്കറി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പിന്നെ ഇതാ നമ്മുടെ ചീരപ്പേരി, നാടൻ ചീര കേട്ടോ അത്. അപ്പോൾ നല്ല ചീരപ്പേരി ഉണ്ട് ഉച്ചയ്ക്ക്. ഇതാ പിന്നെ മീൻ കണ്ടോ, കറുത്ത ആവോലീൻ്റെ കുട്ടി കേട്ടോ അത്. അവിടെ ഡൽഹിയിലാകുമ്പോൾ മീനൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ട് മീൻ വെച്ചിട്ടുള്ള ആഘോഷിക്കുക. അപ്പം നല്ല ആവോലിയുടെ കുട്ടി ആവോലി കേട്ടോ. അപ്പം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല ടേസ്റ്റൊന്നും ഞാൻ അറിയുന്നില്ല, പക്ഷേ ഇതിൽ കൂടിയിട്ടും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ അതൊക്കെ. ഇനി ഇവിടെയൊക്കെ ഇതാ വാരി വലിച്ചിട്ട് ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുക കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ടേക്ക് തൊടാനേ പറ്റുന്നില്ല, കാരണം പൊടിയല്ലേ. അതുകൊണ്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. വീടൊക്കെ വാരി വലിച്ച് എന്തൊക്കെയോ ആയി കിടക്കുക. രാവിലെ കുറേ അടുപ്പ് കത്തിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കത്തിക്കാത്ത. വിറകൊക്കെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഇവിടെയൊക്കെ പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ കൊത്തിയൊക്കെ എടുത്തിട്ടോ. ഇതങ്ങനെ എല്ലാം ഭയങ്കര വൃത്തികേടായി കിടക്കുക.